വണ്ടി ഓടിക്കുന്ന ഒരാളോട് ആരും ചോദിക്കാറില്ല മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ വി ബീങ് അസ്, നമ്മൾ ഇന്ന് ഈ വണ്ടിയും കൊണ്ടൊരു മൈലേജ് ട്രിപ്പിന് ഇറങ്ങിയേക്കാണ്. ഗോപി ഇപ്പോൾ നമ്മുടെ ലോഗെല്ലാം ചെയ്യാനായിട്ട് ഒരു ബോർഡും പേനയൊക്കെ പിടിച്ച് സൈഡിലിരിപ്പുണ്ട്. ആൻഡ് വെൽക്കം ടു ദ ജീപ്പ് കോമ്പസ് 2023. നമ്മുടെ റൂട്ടൊന്ന് പറയാം. കാരക്കമണ്ഡപം, കരമന, ബേക്കറി ജംഗ്ഷൻ, ഉള്ളൂർ, കാര്യവട്ടം, കഴക്കൂട്ടം, ഈഞ്ചക്കൽ, കോവളം, കാരോട്, ബാലരാമപുരം, പ്രാവച്ചമ്പലം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ നമുക്കിന്ന് 3 ടൈപ്പ് റൂട്ടുണ്ട്. സിറ്റി ട്രാഫിക്, ഒരു ഹൈവേ ട്രാഫിക്, പിന്നെ രണ്ടുകൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു റോഡ്. നമ്മുടെ വേൾഡ് വാർ 2 സമയത്ത് US ആർമിക്ക് ഒരു 4x4 ഫോർമാറ്റിലുള്ള റഗ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി വേണമായിരുന്നു, ഒരു സ്മോൾ ഫോം ഫാക്ടറില്ല. അപ്പോൾ ഇതിനുവേണ്ടി പ്രധാനമായിട്ടും കമ്പീറ്റ് ചെയ്തത് ബാൻറ്റം, ഫോർഡ്, പിന്നെ വില്ലീസ് ഓവർലേ എന്ന് പറയുന്ന 3 കമ്പനീസാണ്. അപ്പോൾ ഈ 3 പേരിൽ ആദ്യമായിട്ട് ഈ മോഡൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ബാൻറ്റം BRC ആണ്. അപ്പോൾ ബാൻറ്റത്തിൻ്റെ കേപ്പബിലിറ്റി ടു പ്രൊഡ്യൂസ് ദിസ് കാർ ഇൻ മാസ് വോളിയൂംസ് ആർമിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഈ ബ്ലൂ പ്രിന്റിനെ ഫോർഡും വില്ലീസ് ഓവർലാൻഡുമായിട്ട് ഷെയർ ചെയ്തു. അവരുടേതായ രീതിയിൽ ഈ ബ്ലൂ പ്രിന്റ് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആൻഡ് വില്ലീസ് ഓവർലാൻഡിന്റെ മോഡൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, കുറച്ചുകൂടെ റഗ്ഡ് ആയിട്ടുള്ള ഡിസൈനും കുറച്ചുകൂടെ ഹോഴ്സ് പവർ കൂടുതലുമായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് US ആർമി വില്ലീസ് ഓവർലാൻഡിന്റെ മോഡലിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സാധനത്തിന് പ്രൊഡക്ഷൻ ചെയ്തോളാൻ പറഞ്ഞു, വില്ലീസിനോട് പറഞ്ഞു. ജീപ്പ് എന്ന് പറയുന്ന പേര്, അതിന്റെ ഒറിജിൻ ആക്ച്വലി ഇറ്റ്സ് അൺനോൺ. വില്ലീസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന മോഡലിൽ GP എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടായിരുന്നു. സോൾജേഴ്സ് ഇതിനെ ഈ GP കണ്ടിട്ട് വിളിച്ച് ജീപ്പ എന്ന് പറയപ്പെടുന്നു. പിന്നെ അല്ലാണ്ട് നമ്മുടെ പോപ്പായ് ദ സെയിലർമാൻ ഇല്ലേ, അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ജീപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്ന ഒരു മാജിക്കൽ പെറ്റാണ്. സോ അതിൽ നിന്നൊക്കെയാണ് ഈ ജീപ്പ് എന്ന് പറയുന്ന പേര് വന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബോക്സി ഫോം ഫാക്ടറുള്ള ഓഫ് റോഡ് പോകാൻ പറ്റുമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്ന വണ്ടികളൊക്കെ നമ്മൾ ജീപ്പ് എന്ന് വിളിച്ചു തുടങ്ങി. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഈ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ കയറി ഓണായിട്ട് എന്നാ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വരും. വണ്ടി ഉണരും. അതെ, വണ്ടി ഉണരും. 1953 എങ്ങാണ്ടായപ്പോഴത്തേക്കും കൈസ മോട്ടോഴ്സ് ഇവരെ നമ്മുടെ വില്ലീസ് ഓവർലാൻഡിനെ ടേക്ക് ഓവർ ചെയ്തു. ആ സമയത്ത് കൊറിയൻ വാർ നടക്കുമായിരുന്നു. അപ്പൊ ഈ ഓൾറെഡി US ആർമിക്ക് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു വണ്ടിയാണല്ലോ ഈ ജീപ്പ്. അങ്ങനെ അവർ അതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് അവർ ജീപ്പ് പ്രൊഡക്ഷൻ തുടങ്ങി. പക്ഷെ അവിടെയും കൊണ്ട് നിന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും AMC, അമേരിക്കൻ മോട്ടോർ കോർപ്പറേഷൻ, ഈ കൈസ മോട്ടോഴ്സിനെ ടേക്ക് ഓവർ ചെയ്തു. അവരും ആ ബ്രാൻഡിൽ ഒരു സബ് ഡിവിഷനായിട്ട് ജീപ്പ് ഉണ്ടാക്കി തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ AMCനെ നമ്മുടെ ക്രൈസ്ലർ ഉണ്ടല്ലോ, ക്രൈസ്ലർ ആക്ച്വലി അവർ ഡെയിംലർ ആവുന്നതിന് മുന്നേ ക്രൈസ്ലർ ആയിരുന്നപ്പോൾ തന്നെ AMCനെ അവർ ടേക്ക് ഓവർ ചെയ്തിട്ട് അവരും ജീപ്പ് പ്രൊഡക്ഷൻ തുടങ്ങി. എന്നിട്ട് അറൌണ്ട് 98 ക്രൈസ്ലറും ഡെയിംലർ ബെൻസും കൂടെ മെർജ് ചെയ്തിട്ട് അവരും ജീപ്പ് ഉണ്ടാക്കുകയാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് ബാങ്ക്രപ്സിയുടെ വക്കിലൊക്കെ എത്തി, ഈ നമ്മുടെ ക്രൈസ്ലർ ഗ്രൂപ്പ്. അന്നേരമാണ് ഈ ഫിയറ്റ് ഈ ഗ്രൂപ്പിനെ ഏറ്റെടുക്കുന്നത്. ഫിയറ്റ് ക്രൈസ്ലറിനെ ഏറ്റെടുത്തിട്ട് FCA ഗ്രൂപ്പ് ഉണ്ടാക്കി. ശരിക്കും ഈ ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമൊബൈൽസ് ആയിരുന്ന സമയത്താണ് ജീപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിന് മുന്നേ ആക്ച്വലി 1950s തൊട്ട് തന്നെ നമ്മുടെ മഹീന്ദ്ര ഇവരുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പിന്നെ വില്ലീസുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ ജീപ്പ് അസംബിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹീന്ദ്രയുടെ പല കാറുകൾക്കും താർ ലുക്സ് ലൈക്ക് ജീപ്പ്, റൈറ്റ്? അപ്പോൾ ആക്ച്വലി ഏതോ ഒരു മാർക്കറ്റിൽ പിന്നെ ജീപ്പ് താറിനെ സൂ ചെയ്തിട്ടുണ്ട്. കറന്റ് ഈ താർ റോക്സിനെയും സൂ ചെയ്തിട്ടുണ്ട്. കോപ്പി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2017 ആയപ്പോഴാണ് ഇവര് മഹാരാഷ്ട്രയിലെ ഒരു പ്ലാന്റിൽ പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്ത് ജീപ്പ് കോമ്പസ് ഇറക്കിയത്. ആൻഡ് ദാറ്റ് ബിക്കെയിം ദി ഫസ്റ്റ് മോസ്റ്റ് സോൾഡ് മോഡൽ ഇൻ ഇന്ത്യ. ജീപ്പിന്റെ ടേക്ക് ഓവർ വേൾഡ് വൈഡ് അപ്പോഴും നിന്നിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ FCA ഗ്രൂപ്പ്, നമ്മുടെ ഈ പിന്നെ വേറൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, നമ്മുടെ പ്യൂഷോ, സിട്രോയിനൊക്കെ വരുന്നൊരു ഗ്രൂപ്പാണ്. അവരുമായിട്ട് മേർജ് ചെയ്തിട്ട് സ്റ്റെല്ലാൻഡിസ് ഫോം ചെയ്തു. ഇപ്പൊ കറന്റ്ലി ജീപ്പ് സ്റ്റെല്ലാൻഡിസിന്റെ അണ്ടറിലാണ്. ഇതിന്റെ NVH ലെവൽസ് വളരെ നല്ലതാണ്. അതായത് പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും അങ്ങനെ അകത്തേക്ക് കേൾക്കുന്നില്ല, തീരെ കേൾക്കുന്നില്ല. ഇതിനകത്ത് ഈ ഇവരുടെ ഞാനത് ട്രെയിൽ റേറ്റിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട്. അതായത് അത് ട്രെയിൽ റേറ്റിംഗ് ആരാ കൊടുക്കുന്നത്? ജീപ്പ് കമ്പനിയാണോ അതിനെ? ജീപ്പ് കമ്പനി ഇന്റേണലായിട്ട് ജീപ്പിന് ഡെസിഗ്നേറ്റഡ് ട്രാക്സ് ഉണ്ട്, യൂറോപ്പിലും എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ആ ട്രാക്സിൽ ഈ വണ്ടീനെ റിഗറസ് ടെസ്റ്റിംഗ് നടത്തി അവരാണ് ഈ ട്രെയിൽ റേറ്റിംഗ് കൊടുക്കുന്നത്, ഈ ബാഡ്ജ് കൊടുക്കുന്നത്. ആക്ച്വലി ഈ വണ്ടിക്ക് മുന്നേ ഒരു 1.4 ലിറ്റർ ടർബോ പെട്രോൾ വെർഷൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് എന്തോ ഈ നമ്മുടെ SUVs പൊതുവെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടി ടോർക്കിയർ ഡീസൽ എഞ്ചിനാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരത് പിന്നെ അത് 2 ലിറ്റർ എഞ്ചിനായിട്ട് മാറ്റി.
അതും പിന്നെ ഇത് 9 സ്പീഡ് എന്ന് പറയുമ്പോഴേ ലൈക്ക് ഓൾമോസ്റ്റ് CVT ആയി. ഓൾമോസ്റ്റ് CVT. ഇപ്പോൾ CVTs പോലും അവർ സ്റ്റെപ്ഡ് ആക്കിയാണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് CVT. ജീപ്പ് ആക്ച്വലി ഇതിനകത്ത് ഒരുപാട് ഈസ്റ്റർ എഗ്സിനെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഗെക്കോ, അതെ, ഇത് റൈറ്റ് സൈഡിൽ വിൻഷീൽഡിന്റെ താഴെ കണ്ടൊരു ഗെക്കോ ഉണ്ട്, ഒരു പല്ലിയുണ്ട്. സോ അത് അതിന്റെ ക്ലൈംബിംഗ് എബിലിറ്റീസിനെ കാണിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു ലോക്നെസ് മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരു ഒരു 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 വെള്ളത്തിലുള്ളൊരു ജീവിയാണ്. അത് അതിന്റെ വാട്ടർ ഫീഡിങ് കേപ്പബിലിറ്റി കാണിക്കാനാണ് ആ ഈസ്റ്റർ എഗ് വെച്ചേക്കണം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ സിറ്റി റൈഡിന്റെ എൻഡ് വന്നേക്കാണ്. ഇപ്പോൾ കാണിക്കുന്ന മൈലേജ് 10.7 ആണ്. ഇനി നമ്മൾ ഹൈവേ ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടിയുടെ സ്പെക്സിനെ പറ്റി പറയുമ്പോൾ ഈ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടല്ലോ, അവരത് ഈ അതിന്റെ CRDA സിസ്റ്റം അവർ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അവർ അതിന്റെ അതായത് ഇന്ന RPM സ്പ്രേ ചെയ്യുന്ന ഡീസലിന്റെ അളവ് അവർ ഒന്നുകൂടെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമ്മൾ എനിക്കൊന്ന് എമിഷൻ നോംസിനെയൊക്കെ മീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ 2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ഇതിന് ആഡ് ബ്ലൂ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ 12,000 സംതിങ് ഓടിയിട്ടുണ്ട്. ഇതുവരെ DPFR ഒന്നും ചേട്ടന് വന്നിട്ടില്ല, കാരണം അത് ആഡ് ബ്ലൂ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഈ കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിക്കകത്ത് അവർ ഇതിന്റെ ടർബോ ബിഹേവിയർ ഒന്നുകൂടെ ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എക്സ്പ്ലോസീവ് മോഡിലല്ല ഇതിന്റെ ടർബോ പവർ ഔട്ട്പുട്ട് തരുന്നത്. കുറച്ചുകൂടെ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ തന്നെ വന്ന് ലീനിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പല ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, സാൻഡ്, സ്നോ, മഡ്. അതുപോലെ ഇതിനകത്ത് മെക്കാനിക്കൽ ആന്റി സ്ലിപ്പ് അല്ല ഡിഫറൻഷ്യൽ, ഇത് ബ്രേക്ക് ആന്റി സ്ലിപ്പാണ്. അതായത് മെക്കാനിക്കലി നമ്മുടെ ഡിഫറൻഷ്യൽ ഇലക്ട്രോണിക് ബ്രേക്ക് വെച്ചിട്ടാണ് അവർ ഡിഫറൻഷ്യലി ഇത് പറയുന്ന ഓരോ വീലിനകത്തോട്ടും പവറിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരു നല്ല ഫീച്ചറായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ FSD ആണ്, ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പനിങ്. അതായത് അതിന്റെ നേച്ചർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഒരു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന പോർട്ട് ഹോൾസിനെയൊക്കെ സസ്പെൻഷൻ സോഫ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. പക്ഷേ സോഫ്റ്റ് സസ്പെൻഷനുള്ള വണ്ടിയുടെ പ്രശ്നം എന്താണ്, നമ്മളിപ്പോൾ ഒരു വളവിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് തിരിക്കുന്ന സമയത്ത് നല്ലോണം ബോഡി റോൾ ഉണ്ടാവും. എന്നാൽ ആ സമയത്ത് സസ്പെൻഷൻ ഹാർഡായിട്ട് ബോഡി റോൾ ഒഴിവാക്കുകയും ചെയ്യും. പൊതുവേ ഷോക്ക് അബ്സോർബേഴ്സ് ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഡാമ്പിംഗ് ആണ്. ഇപ്പം ഷോക്ക് അബ്സോർബേഴ്സിൽ ഒരു സ്പ്രിങ്ങും കാണും, ഒരു ഡാമ്പിംഗ് ഏജന്റും കാണും. ഇപ്പൊ സ്പ്രിങ് മാത്രമേ ഉള്ളെന്ന് കരുതുക, സ്പ്രിങ് മാത്രമേ ഉള്ളെങ്കിൽ വണ്ടി ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സ്പ്രിങ് ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു തരത്തിലും ഈ പറയുന്ന ഷോക്ക് അബ്സോർബർ നിൽക്കുന്നില്ല. എന്നാൽ നമ്മൾ വെറും പ്യുവർ വിസ്കസ് ഡാമ്പിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ചു വരില്ല. പതിങ്ങിയിരിക്കും അല്ലെങ്കിൽ പൊങ്ങിയിരിക്കും, പിന്നെ തിരിച്ചു വരത്തില്ല. അപ്പോൾ ഇത് രണ്ടിനെയും തമ്മിലുള്ള റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിലാണ് ഈ പറയുന്ന ഹാർഡാണോ സസ്പെൻഷൻ, സോഫ്റ്റ് ആണോ സസ്പെൻഷൻ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് ആണ്. അതായത് ഇതിൻ്റെ ഡാമ്പിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്റേണലി ഇതിനകത്തുള്ള ഈ പറയുന്ന ഓറിഫൈസുകളുടെ വിട്ട് വെച്ചിട്ടാണ് ഇതിനകത്ത് എത്രത്തോളം ഇത് ഡാമ്പ് ആവും എന്നുള്ളത് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഓറിഫൈസുകളുടെ അളവിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്കലി. അപ്പോൾ നമ്മൾ ഹാർഡായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഓറിഫൈസിനെ ചെറുതാക്കും, ആൻഡ് നമുക്ക് സോഫ്റ്റ് ബൗൺസി ഒരു കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലഷ് ആയിട്ടുള്ളൊരു ഫീൽ വേണമെങ്കിൽ അതിനെ വലുതാക്കും. ആൻഡ് അത്തരത്തിലാണ് അതിൻ്റെ ആ ഇതിനെ കീ ചെയ്യുന്നത്. ഈ വണ്ടി കറന്റ് യൂസ് ചെയ്യുന്നത് 2 പേരാണ്, ചേട്ടനും ചേട്ടന്റെ വൈഫും. ചേട്ടന്റെ വൈഫ് കയറുന്ന നേരം ഈ വണ്ടിയുടെ കംപ്ലീറ്റ് സെറ്റിംഗ്സ് ആ കീ കൊണ്ട് കയറുമ്പോൾ ആ കീ റിലേറ്റഡ് ആയിട്ട് സെറ്റിംഗ്സ് എല്ലാം മാറും. ചേട്ടൻ കയറുമ്പോൾ ചേട്ടന്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് എല്ലാം മാറും. അത് ടൈഡ് ഓൺ എ കീ, അത് നല്ല ഇന്നോവേറ്റീവ് ആണ് അല്ലേ? ആ കീ കൊണ്ട് ഞാൻ കയറിയാൽ മതി. അതെ, കീ കൊണ്ട് എന്റെ സെറ്റിംഗ്സ് അനുസരിച്ച് എല്ലാം അങ്ങ് മാറുന്നു. ഇതിനകത്ത് ഡിജിറ്റൽ മീറ്റർ ആണ്, പക്ഷെ ഇതിന്റെ റെസൊല്യൂഷൻ ഒക്കെ നല്ല കൂടുതലാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് എനിക്ക് തോന്നിയത്, ഇത് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. ഡിജിറ്റൽ കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. മൈലേജ് വേണമെങ്കിൽ അത് കാണാം, RPM പിന്നെ സ്പീഡും കാണണമെങ്കിൽ അത് കാണാം, പിന്നെ ഡിസ്റ്റൻസ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ കാണാം. അപ്പോൾ ഇത് ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ഡിജിറ്റൽ, ഗോ ഓൾ ഇൻ. അതെ, അങ്ങനെ ചെയ്യാം. കാരണം ഡിജിറ്റലിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതി കാണിക്കാം. അപ്പോൾ 24 മണിക്കൂറും ഒരു RPM ഡിസ്റ്റൻസും മാത്രം കാണിക്കാനായിട്ട് എന്തിനാണ് ഒരു ഡിജിറ്റൽ മീറ്റർ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ഗോ ഫോർ ആൻ അനലോഗ് മീറ്റർ. ഇതിന്റെ AC നന്നായിട്ടുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. പിന്നെ അതിനെ സിങ്ക് ചെയ്യാം, അതായത് രണ്ടും ഒരേപോലെ വേണമെങ്കിൽ ഡ്യുവൽ സോണോ ഇല്ലെങ്കിൽ സിംഗിൾ സോണോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് വേറൊരു ഫീച്ചർ ഉള്ളത് സ്പീഡ് ലിമിറ്റർ ആണ്. നമുക്കൊരു സ്പീഡ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മേലേക്ക് വണ്ടി പോകില്ല. 360 ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ, നന്നായിട്ടുണ്ട്. ലൈക്ക് അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ അതിന്റെ പൊസിഷനിങ് ഭയങ്കര നല്ലതാണ്. ഇതിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ വ്യൂ
കുറെ കൂടെ നമുക്ക് പുറകോട്ട് കാണാൻ പറ്റും, പുറകിലെ സൈഡുകളിലേക്ക് കുറെ കൂടെ കാണാൻ പറ്റും. അതെ അതെ. അപ്പോൾ നമ്മൾ സിറ്റി റൈഡും ഹൈവേ റൈഡും കഴിഞ്ഞിട്ട് ഇപ്പോൾ മിക്സഡ് ആയിട്ടുള്ള റോഡിലേക്ക് കയറിയേക്കാണ്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ടാണ് ഓടിച്ചത്, മൈലേജ് എത്ര കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്. ഗോപി ഒരു ഫ്രീ റണ്ണാണ്, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, അതിന് വേണ്ടിയുള്ള ഡ്രൈവിംഗ് ആണ്. അതെ. ഓ എംബാഗ് എത്തുന്ന അറിയുന്നില്ല. അതെ, ഒരു ഡ്രൈവറിനും ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ കാർ റിവ്യൂസിന്? എയർ ബാഗ് ടെസ്റ്റ് ചെയ്യാം, പക്ഷെ ഒറ്റ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം പറ്റും. ഇതിന്റെ സീറ്റ് പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. നമുക്ക് അതിന്റെ ലംബാറും പിന്നെ തൈ സപ്പോർട്ടും എല്ലാം. അതെ അതെ. പിന്നെ മെമ്മറി ഫംഗ്ഷനും ഉണ്ട്. പ്രീസെറ്റ് പ്രീസെറ്റ്. അതെ. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി. പ്ലാന്റഡ് അല്ലേ? നല്ല പ്ലാന്റഡ് ആണ്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു വണ്ടിയുടെ ശരിക്കും സ്റ്റെബിലിറ്റി നമ്മൾ അറിയുന്നത് അതിൻ്റെ ഇൻസ്റ്റെബിലിറ്റി നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ്. നമുക്കൊന്നും തോന്നിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വണ്ടി ഭയങ്കര സ്റ്റേബിൾ ആണ്. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമേ, ഇതിന് സെക്കൻഡറിയും ടേർഷറി ആയിട്ടുള്ള ബൗൺസുകൾ ഭയങ്കര കുറവാണ്. അത് ഇല്ല. അതായത് ഫസ്റ്റ് ഒരു വലിയ ബമ്പ് വരുമ്പോൾ തന്നെ വലിയ ബമ്പ് അറിയും, വലിയൊരു ഇത് അറിയും, പക്ഷെ ഇമ്മീഡിയറ്റ്ലി അത് പിന്നെയും ഭയങ്കരമായിട്ട് സ്റ്റേബിൾ ആണ് കേട്ടോ. പിന്നെ പിന്നെ പിന്നുള്ള ബൗൺസസ് ഇല്ല, കയറി ഇറങ്ങി തീർന്നു, ഒറ്റ ബൗൺസിൽ നിൽക്കും. അതെ. നമ്മുടെ ഫോർച്യൂണർ പോലെയോ അല്ലെങ്കിൽ ടാറ്റ ഹാരിയറിനെ പോലെയോ അത്രയും വലിയൊരു വണ്ടിയല്ല. 4.4 മീറ്റർ. 4.4 മീറ്റർ ആണ്. ടേണിംഗ് റേഡിയസ് ആണെങ്കിലും വണ്ടിയുടെ ഓവറോൾ ഡിമെൻഷൻ ആണെങ്കിലും ഇതൊരു കോമ്പാക്ട് SUV കണക്ക് തന്നെയാണ് പെരുമാറുന്നത് അല്ലേ? ഈ വണ്ടി അഡാപ്റ്റീവ് 4x4 ആണ്. അതായത് നമുക്കിപ്പോൾ 4x4 ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഇത് പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സിറ്റിയിലും ഹൈവേയിലും മിക്സ്ഡ് ആയിട്ടും നമ്മൾ വണ്ടി ഓടിച്ചു. നമുക്കിപ്പോൾ 12.5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ ലെഗിൽ കിട്ടുന്നത്. പക്ഷേ 12.5 ഇത്രയും ലൈക്ക് പവർഫുൾ ആയ ഒരു വണ്ടിയിൽ 12.5 കിട്ടുന്നത് ഒരു വലിയ കാര്യമാണ്. സോ കാരണം നമ്മുടെ ഫണ്ണും കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഫണ്ണോടുകൂടി 12 കിട്ടുന്നതാണല്ലോ കറക്റ്റ്. ബോറിംഗ് ആയിട്ട് 12 കിട്ടുന്നതിനേക്കാളും നല്ല. ആൻഡ് നമ്മൾ നടത്തുന്ന മൈലേജ് റണ്ണിലൊക്കെ നമ്മൾ മൈലേജിന് വേണ്ടി വർക്ക് ചെയ്താണ്. ലൈക്ക് നമ്മൾ കോൺസ്റ്റന്റ്ലി അവെയർ ആണ് വി ആർ ഡൂയിങ് എ മൈലേജ് റൺ. അത് നമ്മുടെ ഫണ്ടിന് ഒരുപാട് എടുത്ത് കളയുന്ന ഒരു സാധനം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ ഹൈവേയിൽ 18 ഒക്കെ കിട്ടിയത് ശരിക്കും നമ്മൾ ആ ഒരു അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചോണ്ടാണ്. ഹൈവേയിലും നമ്മൾ ഇച്ചിരി ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ അഗൈൻ ദിസ് ഇസ് അപ് ടു യു അല്ലേ, നമുക്ക് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാം. ഞാൻ പറയുന്നത് മൈലേജ് നമ്മുടെ ഈ മൈലേജ് സീരീസിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ് ഷുഡന്റ് ബി യുവർ കൺസേൺ വൈൽ യു ആർ ട്രൈങ് ടു ബൈ എ കാർ. നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്നനുസരിച്ച് നിങ്ങൾക്ക് മൈലേജ് കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ലൈക്ക് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടിയുടെ ലുക്സ് പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലേജ് നിങ്ങളുടെ ഡ്രൈവിംഗ് ബെറ്റർ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതെ അതെ അതെ, മൈലേജ് കണ്ടൊരു വണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ. And saying that, hope you enjoyed the video. Thank you for watching.